welcome to Learnino. This is Danya. This is our object oriented programming third video. Okay, part 3 ആണ്. Okay, നമുക്ക് ആദ്യം function overloading ആണ്. Overloading എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ കാര്യം പല ഡിഫറെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഓവർലോഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് പറയണത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരേ ഫംഗ്ഷൻ നെയിം അത് മറ്റ് പല ടാസ്കുകൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരേ ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ കൊണ്ട് പലതരം യൂസസ് വരാം. അങ്ങനെയുള്ളതിനെ നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇത് പോളിമോർഫിസത്തിന്റെ ഒരു പാർട്ടാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. പോളിമോർഫിസത്തിന്റെ ഒരു ഫീച്ചർ ആണ്. അപ്പൊ ഇത് നമുക്ക് ഫംഗ്ഷൻ പോളിമോർഫിസം എന്നാണ് വിളിക്കുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഫംഗ്ഷൻ നെയിം ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഒരു ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്യുന്നു, പക്ഷെ അതിനുള്ളിലുള്ള ആർഗ്യുമെന്റ്സ്, ആ ഒരു ഫംഗ്ഷൻ ഉള്ളിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് പാരാമീറ്റേഴ്സ് കൊടുക്കും. ആ പാരാമീറ്റേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ കണ്ടോ, ഇന്റ് ആഡ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ നെയിം. അതിനുള്ളിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എയും ബിയും. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മൾ ഇന്റ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്തിട്ട് 3 വേരിയബിൾസ് കൊടുത്ത് നമുക്ക് 3 വേരിയബിളിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അടുത്ത ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റിജർ വേരിയബിൾസ് ആയിരുന്നു നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തത്. സെയിം ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഡബിൾ വേരിയബിൾസ് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ വേറെ വേറെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെ നോക്കിയിട്ടാണ്. ഓക്കെ, ഫംഗ്ഷൻ ടൈപ്പ് നോക്കിയിട്ടല്ല, പക്ഷെ ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ്. ഇപ്പൊ നമുക്ക് 2 വേരിയബിൾസ് ആണ് ആഡ് ചെയ്യേണ്ടത്, 3 വേരിയബിൾസ് ആണ് ആഡ് ചെയ്യേണ്ടത് നോക്കിയിട്ടാണ് നമ്മൾ ഏത് അഡീഷൻ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താഴെ തന്നിട്ടുണ്ട് ആഡ് ഫംഗ്ഷൻ എത്ര ഡേറ്റ ടൈപ്സ് ആണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്റിജർ ഡബിൾ ഡേറ്റ ടൈപ്സ് ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ 3 വേരിയബിൾസ് 2 വേരിയബിൾസ് ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഫംഗ്ഷൻ കോൾസ് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ അതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഓക്കെ, ഇപ്പൊ ഇതൊരു പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ വോള്യൂം എന്ന് പറയുന്നതാണ് ഒരു ഫംഗ്ഷൻ നെയിം. ഓക്കെ, ഫംഗ്ഷൻ. അപ്പൊ ഇതിനകത്ത് 3 ടൈപ്പ് വോള്യൂം ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇന്റിജർ വോള്യൂം. അപ്പൊ ഇന്റിജർ വോള്യത്തിനകത്ത് ഇതിൽ ഡബിൾ ആവശ്യമില്ല കേട്ടോ, അത് തെറ്റി തന്നതാണ്. അപ്പം ഈ ഇന്റിജർ മാത്രം മതി, ഒരു പാരാമീറ്റർ. ഓക്കെ, ഇന്റിജർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. രണ്ടാമത്തെ വോള്യൂം ഡബിളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് ഡബിൾ ടൈപ്പിലും പിന്നെ ഒന്ന് ഇന്റിജർ ടൈപ്പിലും. അടുത്തത് വീണ്ടും ഡബിൾ വോള്യൂം ആണ്, അതിൽ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്, ലോങ് ഇന്റ് അങ്ങനെ 3 ആർഗ്യുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പം മെയിൻ ഫംഗ്ഷൻ അകത്ത് നമ്മൾ വോള്യൂം ഔട്ട്പുട്ട് കാണിക്കുന്ന വോള്യൂം ആണ്. അതിനകത്ത് 10 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പാരാമീറ്റർ ആണുള്ളത്. അപ്പൊ ആ ഒരു പാരാമീറ്റർ വരുന്നത് നമ്മൾ ഇതിപ്പം ക്യൂബും സിലിണ്ടർ, 2 സിലിണ്ടേഴ്സിന്റെയും ഒരു ക്യൂബിന്റെയും വോള്യൂം കാണാനുള്ളൊരു പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പം ഇന്റ് വോള്യൂം ഇന്റ് എസ്. ഓക്കെ, കാരണം ക്യൂബിന് ആകെ നമുക്ക് അറിയാം, ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെയാണ്. സോ അവിടെ എ ക്യൂബ് ആണ് ക്യൂബിന്റെ വോള്യൂം. അപ്പൊ നമുക്ക് ഒരു സൈഡ് മാത്രം കാണിച്ചാൽ മതി. സോ നമുക്ക് ആദ്യത്തെ വോള്യൂം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇന്റ് വോള്യൂം ഇന്റ് എസ്. അപ്പം അതിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എസ് ഇൻറ്റു എസ് റിട്ടേൺ ചെയ്യാം. അതായത് എസ് ക്യൂബ് ആണ് വോള്യൂം അല്ലെ. അപ്പൊ അതാണ് 10 ക്യൂബ് 1000 ആണ് വോള്യൂം വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് നമുക്ക് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോള്യൂം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്, പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ അവിടെ വന്നിട്ടുള്ളത് 2 വേരിയബിൾസ് ആണ് വന്നിട്ടുള്ളത്, ആറും എച്ചും. അപ്പൊ അതിന് വേണ്ടി അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഡബിൾ വോള്യൂം ഡബിൾ ഇന്റ് ആണ്. ഓക്കെ, ആറും എച്ചും ആണ് നമുക്ക് വേണ്ടുന്ന പാരാമീറ്റേഴ്സ്. സോ അതിനുവേണ്ടി നമുക്കൊരു ഡബിൾ വേണം, ഒരു ഇൻറ്റും വേണം. അപ്പൊ അതിനാണ് നമ്മൾ ഡബിൾ വോള്യൂം ഡബിൾ ആർ ഇന്റ് എച്ച്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്തിട്ടുള്ളത് 3.14 ഇൻറ്റു ആർ ഇൻറ്റു എച്ച്. അപ്പൊ അതിന്റെ വോള്യൂം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അതിൽ കൊടുക്കാത്തത്. അടുത്തത് മൂന്നാമത്തെ സിലിണ്ടർ. നമുക്ക് മൂന്നാമത്തെ സിലിണ്ടറിൽ സിലിണ്ടർ എന്നല്ല, നമ്മുടെ സ്ക്വയർ സിലിണ്ടർ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ, മറ്റേത് സിലിണ്ടറിക്കൽ അല്ല, സ്ക്വയർ പ്രിസം അല്ലേ. സ്ക്വയർ പ്രിസത്തിന്റെ വോള്യൂം ആണ് LBH. അപ്പം LBH.
അപ്പം ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ലോങ് ഇൻറ്റ് 3 പാരാമീറ്റേഴ്സ് വേണ്ടി വന്നു അവിടെ. ഓക്കെ, അപ്പം 3 പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ വോളിയമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, അടുത്തത് ക്ലാസ്. ക്ലാസ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒബ്ജക്ട്സുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒബ്ജക്ട്സ് ഉണ്ട്, കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിനെല്ലാം തന്നെ ഒരു സിമിലർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോമൺ പ്രോപ്പർട്ടീസ് ഉള്ള കുറെ ഒബ്ജക്ട്സുകളെ ഒന്നിച്ച് ഗ്രൂപ്പ് ആക്കുക, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമ്മൾ അതിനകത്ത് പ്രിസർവ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡ് അതിനെ നമുക്ക് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ഷെയർ സം കോമൺ പ്രോപ്പർട്ടീസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓക്കെ, അപ്പം C++നകത്ത് ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലാസ് ആയിട്ട് മാത്രമല്ല, അതൊരു പുതിയൊരു ഡേറ്റ ടൈപ്പ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമുക്ക് വേറെ കുറെ മെമ്പർ വേരിയബിൾസും അതുപോലെ തന്നെ മെമ്പർ ഫംഗ്ഷൻസിനെയും എല്ലാം വെച്ച് നമുക്ക് വേരിയബിൾസിനെ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും C++നകത്തുള്ള ക്ലാസ്. ഓക്കെ, അപ്പൊ അതൊരു പുതിയ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് ഡേറ്റ വെക്കുമ്പോൾ ആ ഡേറ്റ നമുക്ക് ഹൈഡ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ യൂസ്, ഇപ്പോൾ ആ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ നമുക്ക് പുറത്തേക്ക് എക്സ്റ്റേണൽ യൂസിലേക്ക് നമുക്കത് വേണ്ട വെക്കാം. അതായത് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഹിഡൻ ആക്കി വെക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡേറ്റ ടൈപ്പ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു പുതിയ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് ഒരു ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ് സ്പെസിഫിക്കേഷൻ അകത്ത് ഒരു ക്ലാസ് ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും, പിന്നെ അതിനകത്ത് ക്ലാസ് ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡിസ്ക്രൈബ്സ് ദ ടൈപ്പ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് ദ മെമ്പേഴ്സ്. അതിന്റെ മെമ്പേഴ്സിന്റെ സ്കോപ്പും അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്ലാസ് ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹൗ ദ ക്ലാസ് ഫംഗ്ഷൻസ് ആർ ഇംപ്ലിമെന്റഡ്, അതാണ് കാണിക്കുന്നത്. എങ്ങനെ ഒരു ക്ലാസ് ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണ് ഒരു ക്ലാസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു സിൻടാക്സ്. അപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതൊരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡിൽ വേണം ഡിക്ലെയർ ചെയ്യാനായിട്ട്. ക്ലാസ് കൊടുത്തിട്ട് ക്ലാസ് നെയിം വേണം, അതിനുശേഷം ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വേരിയബിൾസ് തന്നെ സ്കോപ്പ്, ഏത് സ്കോപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിന്റെ മെമ്പർ ഫംഗ്ഷൻസ് ആണെങ്കിലും ഏത് സ്കോപ്പിലാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം പറയുക. ഓക്കെ, ഇതിപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പ്രൈവറ്റിനകത്ത് നമുക്ക് നമ്മുടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. പബ്ലിക് ആണെങ്കിൽ അത് പബ്ലിക് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇസ് കമ്പൽസറി. ഓക്കെ, അപ്പോൾ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സെമി കോളൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ ആ ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമായിരിക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ യൂസിൽ നിന്ന് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്രൈവറ്റ് പബ്ലിക് അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്റ്റഡ് അങ്ങനെ 2-3 സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതാ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പബ്ലിക് മെമ്പേഴ്സിന് നമുക്ക് ആ ക്ലാസിന്റെ പുറത്തും ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ അബ്സ്ട്രാക്ഷൻ അതൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ പോളിമോർഫിസം ഇൻഹെറിറ്റൻസ് പോലെ തന്നെ നമ്മൾ അബ്സ്ട്രാക്ഷനും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആവശ്യമുള്ളത് മാത്രം നമ്മൾ കാണിക്കുക. ഇൻഫർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡേറ്റ ഹൈഡിങ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫീച്ചറാണ്. ഓക്കെ, നമുക്ക് ഡാറ്റ ഹൈഡിങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ബൈ ഡിഫോൾട്ട് മെമ്പേഴ്സ് എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് പ്രൈവറ്റ് ആയിരിക്കും. നമുക്കത് പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പബ്ലിക് എന്തായാലും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾസ് നമുക്ക് ഈ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെ നമുക്ക് ആ ക്ലാസ്സിന്റെ ഡേറ്റ മെമ്പേഴ്സ് എന്നും ആ ഒരു അതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ വേരിയബിൾസും ഫംഗ്ഷൻസും ആണ് നമ്മൾ ക്ലാസ്സിന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾസിനെ നമുക്ക് ഡേറ്റ മെമ്പേഴ്സ് എന്നും ഫംഗ്ഷൻസിനെ നമുക്ക് മെമ്പർ ഫംഗ്ഷൻസ് എന്നും പറയാം. ഓക്കെ, അതുപോലെ തന്നെ മെമ്പർ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ പ്രൈവറ്റ് ആയിട്ടുള്ളത് എപ്പോഴും പ്രൈവറ്റ് ആയിരിക്കും, ഔട്ട്സൈഡ് ദ ക്ലാസ് പറ്റില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ അതായത് മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമായിരിക്കും ഒരു പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാനുള്ളൊരു അവകാശം. ഓക്കെ, അപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആർക്കാണ്? ആ ക്ലാസ്സിനുള്ളിലുള്ള മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ പ്രൈവറ്റ് ഫംഗ്ഷൻസിനും ഒരു വേരിയബിള് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ
ഓക്കെ. പക്ഷെ പബ്ലിക് മെമ്പേഴ്സിന് നമുക്ക് ഔട്ട്സൈഡ് ദ ക്ലാസ്സും ആക്സസിബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ക്ലാസ്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്തത്? വേരിയബിളും ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷനും ഡിക്ലെയർ ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഡാറ്റ മെമ്പേഴ്സും നമുക്ക് ഇവിടെയുണ്ട്, മെമ്പർ ഫംഗ്ഷൻസും ഇവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഡാറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷൻസിനെയും ഒരുമിച്ച് നമ്മൾ ഒരു ക്ലാസിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്, ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്, ഈ ഒരു മെത്തേഡ് വിളിക്കുന്ന പേര് എൻകാപ്സുലേഷൻ എന്നാണ്. ഒരു ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ, ഇപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ക്യാപ്സ്യൂളിനകത്ത് കുറെ ഡേറ്റ വേരിയബിൾസും അതുപോലെ തന്നെ കുറെ മെമ്പർ ഫംഗ്ഷൻസും എല്ലാം കൂടെ കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്ത് ഒരു ക്ലാസ് നെയിമിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നു. ഈ ഒരു പ്രോസസ് ആണ് എൻകാപ്സുലേഷൻ. Okay, the binding of data and functions together into a single class type variable is referred to as encapsulation. അപ്പോൾ encapsulation, ഇപ്പം നമ്മൾ ഈ ക്ലാസും ഒബ്ജക്ട്സ് ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് പറയാനുള്ള കാരണം എന്താണ്? നമുക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഡേറ്റ ഹൈഡിങ്, നമുക്ക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന സ്കോപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡേറ്റ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ, നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് ഈ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷൻസിനെയും ഡേറ്റ വേരിയബിൾസിനെയും ബൈൻഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അവിടെ നമുക്ക് എൻകാപ്സുലേഷന് സാധ്യമാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.